എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ മാവേലി സ്റ്റോറുകളുടെ മുന്നിൽ ആളുകളുടെ നീണ്ട നിര കണ്ടിട്ടുണ്ട്. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ആളുകൾ സപ്ലൈകോയിൽ നിന്നും മാവേലി സ്റ്റോറുകളിൽ നിന്നും സാധനം വാങ്ങിയത്. കാരണം പൊതുവിപണിയിൽ നിന്ന് ഏതാണ്ട് 25% വരെയൊക്കെ വില കുറഞ്ഞ് കിട്ടുമായിരുന്നു. ഇന്ന് നമ്മുടെ ഭക്ഷ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു, സപ്ലൈകോയിലെ സാധനങ്ങൾക്കെല്ലാം വില കൂട്ടുകയാണ്. ഒരു കാര്യം ഗ്യാരണ്ടി, MRPയേക്കാൾ 1 രൂപയെങ്കിലും കുറവുണ്ടായിരിക്കും സപ്ലൈകോയ്ക്ക്. ഇത് കേൾക്കുമ്പോൾ ഞാൻ ഈ ലുലുവിൽ നിന്നും പോത്തീസിൽ നിന്നും ബിസ്മിയിൽ നിന്നും റിലയൻസിൽ നിന്നൊക്കെ സാധനം വാങ്ങുന്ന ആളാണ്. അവിടെ MRPയേക്കാൾ 3-4 രൂപ കുറച്ചാണ് എനിക്ക് സാധനങ്ങൾ കിട്ടുന്നത്. നമ്മുടെ സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ ഇടതുപക്ഷ സർക്കാർ അവസാനിപ്പിക്കുകയാണോ? അല്ല, ഒന്നില്ലെങ്കിൽ മന്ത്രിക്ക് കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല, അല്ലെങ്കിൽ ബോധപൂർവം ഇത് അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനമായിട്ട് അതിനെ കണക്കാക്കാം. കാരണം ഈ MRP എന്ന് പറയുന്ന സാധനം എന്താണ്? MRP എന്ന് പറയുന്നത് ആദ്യകാലത്ത് സത്യസന്ധമായിട്ടുള്ള ഒരു വിലയായിട്ടാണ് MRPനെ കണക്കാക്കിയത്. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആണ്. അതെ, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് പരമാവധി വാങ്ങാവുന്ന വില. അതെ, ആക്ച്വൽ പ്രൈസ് നമ്മൾ അങ്ങനെ കണക്കാക്കും. ആക്ച്വൽ പ്രൈസ് അല്ല, യഥാർത്ഥ വിലയല്ല. അതായത് കച്ചവടക്കാർക്ക് ഉപഭോക്താക്കളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് മാനുഫാക്ചേഴ്സ് ഇട്ട് കൊടുക്കുന്നതായിട്ടുള്ള ഒരു വിലയാണ് MRP എന്ന് പറയുന്നത്. ആ MRP നോക്കിയിട്ട് അവർ അതിൽ നിന്ന് 1 രൂപ കുറച്ച് സാധനങ്ങൾ വിൽക്കാം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കാം എന്നവർ തീരുമാനിക്കുന്നതെന്നാണ്. കാരണം 1 രൂപേനേക്കാൾ കുറച്ച് റിലയൻസിൽ പോയാലോ മോറിൽ പോയാലോ അല്ലെങ്കിൽ പോത്തീസിൽ പോയാലോ എവിടെ പോയാലും അത് കിട്ടുന്ന സ്ഥിതിയുണ്ട്. കാരണം അവരുടെ ഓരോ ആഴ്ചയിലും അവർ വലിയ വലിയ ഓഫറുകൾ വെച്ചാണ് കച്ചവടം. തീർച്ചയായിട്ടും അങ്ങനെ വലിയ ഓഫറുകൾ വെച്ച് കച്ചവടം നടത്തുന്നവരായിട്ട് എങ്ങനെയാണ് മത്സരിക്കുക? മാത്രമല്ല, എന്തിനാണ് സപ്ലൈകോ ഇവരായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ല. ഇപ്പം ജനങ്ങൾക്ക് കൃത്യമായിട്ട് അവരെ സഹായിക്കുന്നതിനുള്ള സംവിധാനം സർക്കാർ കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാവേലി സ്റ്റോറുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ വന്നത്. മാവേലിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ജനകീയത, അതേപോലെ തന്നെ ജനങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു ധാരണ ഇതിൻ്റെ പുറത്ത് വന്നതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ പഴയ കാലങ്ങളിലെ നമ്മുടെ മാവേലി സ്റ്റോറുകൾ എന്ന് പറഞ്ഞാൽ നീണ്ട ക്യൂ കാണാവുന്ന മാവേലി സ്റ്റോറുകളായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സഹായം ലഭിക്കുന്ന ഒരു സ്ഥലമായിട്ട് അതിനെ കണക്കാക്കിയിരുന്നു. 25-30% വിലക്കുറവിന് കിട്ടും. മാത്രമല്ല, അത്തരത്തിലൊരു സംവിധാനം പ്രവർത്തിക്കുന്ന സമയത്ത് പൊതുവിപണിയുടെ വിലയെ നിയന്ത്രിക്കാനായിട്ട് സർക്കാരിന് കഴിയും. സർക്കാർ കീ റോളിൽ വരുന്നതാണ് മാവേലി സ്റ്റോറിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. സർക്കാരാണ് നിശ്ചയിക്കുന്നത് എന്ത് വില ഈ പൊതുമാർക്കറ്റിലുണ്ടാവണം എന്നുള്ളത്. മുൻപ് അതായിരുന്നു സ്ഥിതി. ഇപ്പം അതല്ല. പൊതുമാർക്കറ്റ് എന്ത് തീരുമാനിക്കുന്നു അതിനനുസരിച്ച് സർക്കാർ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് മാർക്കറ്റിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ജോലിയാണ്. ഇതിന് പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? മാർക്കറ്റിനാൽ നിയന്ത്രിക്കപ്പെടുന്ന സർക്കാരായി മാറുകയാണ്. അതാണ് അനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അതാണല്ല നമുക്ക് ഈ നേരത്തെ പറയുന്നത് ഈ പൊതുവിപണിയിൽ കിട്ടുന്നതിനേക്കാളും 25% വരെയൊക്കെ വില കുറച്ച് കിട്ടിയിരുന്നു എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങൾക്കും മാവേലി സ്റ്റോറിൽ വില കുറവായിരുന്നു. പിന്നീട് അത് ഘട്ടം ഘട്ടമായി ചുരുക്കി അവസാനം 13 ഇനങ്ങളായി. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 6-7 മാസമായി ഈ 13 ഇനങ്ങൾ മാവേലി സ്റ്റോറുകളിലില്ല. മാവേലി സ്റ്റോറുകളിലെ റാക്കുകൾ കാലിയായി കിടക്കുകയാണ്. അതിനിടയ്ക്കാണ് വീണ്ടും വില കൂട്ടാൻ തീരുമാനിക്കുന്നത്. മുൻപ് പിണറായി സർക്കാരിൻ്റെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ 5 വർഷക്കാലം വില കൂട്ടില്ല എന്നുള്ളത്. വിലയൊക്കെ കൂടി, പാലിനുൾപ്പെടെ വില കൂടി. പക്ഷേ ഇപ്പോൾ വീണ്ടും വന്നിട്ട് ഈ 13 ഇനങ്ങൾ ഇപ്പോൾ ലഭ്യമല്ലാത്തതിന് തന്നെ ഇനി ലഭ്യമാക്കണമെങ്കിൽ പോലും കൂടിയ വിലയ്ക്ക് പൊതുവിപണിയിൽ നിന്ന് 1 രൂപയെങ്കിലും കുറവുണ്ടാകും എന്ന് പറയുന്ന ഒരു ധാരണയിലൂടെ പൊതുവിപണിയിൽ ഇടപെടാനുള്ള സർക്കാരിൻ്റെ ഒരു നയമാറ്റമാണോ? ഇടപെടും എന്നുള്ള നയത്തിൻ്റെ ഒരു മാറ്റമായി വന്നാൽ അല്ല, അത് നയമാറ്റമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. കാരണം എന്ന് വെച്ചാൽ 13 സബ്സിഡി ഇനങ്ങൾക്ക് ഒരു കാരണവശാലും വില വർദ്ധിപ്പിക്കില്ല എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ നയം, സർക്കാരിൻ്റെ മുന്നണിയുടെ. അതെ അത് തകർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 1 രൂപയിലേക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ഒരു പ്രഖ്യാപനം കൂടിയായിട്ട് ഞാനതിനെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയല്ല ന്യായവില അത് എന്താണ് നമ്മുടെ മാവേലി സ്റ്റോറുകളും സപ്ലൈകോകളും പ്രവർത്തിക്കേണ്ടത്. സർക്കാർ നേരത്തെ എന്ത് വിഭാവന ചെയ്തിരുന്നു അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ അതിന് പ്രവർത്തിക്കാനായിട്ട് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ 25-30% ഈ പൊതുവിപണിയിൽ നിന്ന് വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്ന ഇടമാണ് മാവേലി സ്റ്റോറും അതിലെ സപ്ലൈകോയും എന്ന് പറയുന്ന ആ പഴയ കൺസെപ്റ്റ് തുടരാൻ കഴിയണം. അതല്ലെങ്കിൽ പിന്നെ അതിനൊരു പ്രസക്തിയില്ലാതെ തീരും. എനിക്ക് തോന്നുന്നത് തന്നെയാണ് ഈ നയമാറ്റം എന്ന് പറയുന്നത്. നയമാറ്റമാണ്. ഇത് മാത്രമല്ല, ഒരു കെടുകാര്യ സ്ഥിതിയുണ്ട്. കാരണം നേരത്തെയൊക്കെ ഈ സപ്ലൈകോയുടെ അധികൃതർ ആന്ധ്രയിലും ഒക്കെ പോയി ഗോതമ്പും നെല്ലും മുളകുമൊക്കെ വില പേശി കൃഷിക്കാരിൽ നിന്ന് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ക്രെഡിറ്റ് കിട്ടുമായിരുന്നു. ക്രെഡിറ്റിൽ വിറ്റ സാധനങ്ങളുടെ പണമൊക്കെ സർക്കാരിന് കിട്ടി. പക്ഷേ ഇവർക്ക് പണം കൊടുത്തിട്ടില്ല. അവർക്ക് ഏതാണ്ട് 1 വർഷത്തോളമായി പണം
സാധനങ്ങൾ വാങ്ങിയതിൻ്റെ പണം കുടിശ്ശികയാണ്, കൊടുക്കാൻ സർക്കാരിൻ്റെ പണമില്ല, അതുകൊണ്ട് അവർ കൊടുക്കാനും തയ്യാറല്ല. അപ്പോൾ മറ്റു സോഴ്സുകളിൽ നിന്ന് ലഭ്യമാക്കി കൂടിയ വിലയ്ക്ക് വാങ്ങിയോ ഒക്കെ കൊടുക്കുന്ന അവസ്ഥയുണ്ടാവുക. അപ്പോൾ സർക്കാർ സിവിൽ സപ്ലൈസിന് സാധനങ്ങൾ വിറ്റ് കിട്ടിയ പണം എവിടെ പോയി? അല്ല, പണം കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇതിൻ്റെ ഒരു പ്രവർത്തനം മാറുമ്പോൾ തന്നെ സർക്കാർ കടക്കണിയിലായ സർക്കാരാണെന്നും ആ സർക്കാർ ഈ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അവരുടെ മുമ്പിൽ ക്യൂ നിൽക്കുകയും ചെയ്യുന്നൊരു സ്ഥിതി വരുന്നുണ്ട്. അതാണ് ഇത് ഈ സപ്ലൈകോയ്ക്ക് അതിൻ്റെ പ്രവർത്തനം മിക്കവാറും നിശ്ചലമാകുന്നതിൻ്റെ അടിത്തറ അതാണ്. റൊക്കം പണം കൊടുത്ത് സാധനം എടുത്താൽ മാത്രമാണ് കച്ചവട മേഖലയിൽ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കാൻ കഴിയും. സബ്സിഡി കൊടുക്കാൻ സർക്കാരിൻ്റെ പൈസയില്ല. അപ്പോൾ കേരളം ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? വലിയൊരു സാമ്പത്തിക അരാജകാവസ്ഥയിലേക്ക് പോയി. സപ്ലൈകോയും മാവേലി സ്റ്റോറും അല്ല, അത് ഇതിൽ മാത്രമല്ല. കാരണം പല മേഖലയിലും അതിന് ഏറ്റവും നല്ല ഉദാഹരണമുള്ള ഈ സാമൂഹ്യ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിച്ചേരുക. ഞാൻ പറഞ്ഞ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുഖം അത് ഉദ്ദേശിക്കുന്ന വിധത്തിൽ നിലനിർത്താനായിട്ട് കഴിയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സാമൂഹ്യ പെൻഷൻ കൊടുക്കലാണ്. അത് കൊടുക്കാൻ പറ്റുന്നില്ല. 6 മാസമായിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് 2 മാസത്തേക്ക് ചിലപ്പോൾ ഒരുമിച്ച് കൊടുത്തേക്കാം എന്ന് പറയുന്ന പ്രഖ്യാപനം വരുന്നത് അത് കൊടുക്കുകയായിരിക്കും. പക്ഷെ അതല്ല ചെയ്യേണ്ടത്. ആദ്യമായിട്ട് അവരുടെ മുഴുവനും പണം കൊടുത്തു തീർക്കുക എന്നുള്ളതാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പലരും ജീവിക്കുന്നത് അത് കിട്ടിയിട്ടാണ്. അല്ല, നവകേരള മാർച്ചിൻ്റെ തുടർച്ചയായിട്ട് ഈ 18-ാം തീയതി മുതൽ മാർച്ച് 13 വരെ പിണറായി വിജയൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മുഖാമുഖം എന്ന പരിപാടിയായിട്ട് ഇറങ്ങുകയാണ്. അതായത് തിരഞ്ഞെടുക്കപ്പെടുന്ന കേന്ദ്രങ്ങളിൽ 2000-ഓളം ആളുകളെ വിളിക്കും. അവരിൽ കുറേ പേർക്ക് ചോദ്യം ചോദിക്കാൻ അവസരം. എക്സ്പെർട്ടുകളാണെങ്കിൽ 5 മിനിറ്റ്, അല്ലാത്തവർക്ക് 1 മിനിറ്റ് ചോദിക്കാം, മുഖ്യമന്ത്രി മറുപടി പറയും. അല്ലാത്തവർക്ക് ചോദ്യം എഴുതി കൊടുക്കാം. ഇങ്ങനെയാണ്. അതിന് ഒരു രസകരമായ സംഭവമുണ്ട്. അതിനുള്ള പണം സ്പോൺസർഷിപ്പ് വഴി ജില്ലാ അധികാരികൾ കണ്ടെത്തണം. ഇപ്പോൾ നവകേരള യാത്ര നടന്നതിന് ഇങ്ങനെ സ്പോൺസർഷിപ്പ് വഴിയായി GST-ക്കാരെ കൊണ്ടൊക്കെ പിരിപ്പിച്ചത്. അതിലൂടെ എത്ര പണം കിട്ടിയെന്ന് ചോദിച്ചാൽ വിവരാവകാശം കൊടുത്താൽ കണക്കില്ല. അപ്പോൾ വീണ്ടും പിരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ ഇറക്കുകയാണ്. GST പിരിക്കേണ്ട ഉദ്യോഗസ്ഥരെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പിരിവ് നടത്തുന്നത്. പക്ഷേ വീണ്ടും ഈ നികുതി പെൻഷൻ കൊടുക്കാനില്ല. റേഷൻ കടകളും മാവേലി സ്റ്റോറുകളും സപ്ലൈകോയും അടച്ചുപൂട്ടുന്ന സ്ഥിതി. അവിടെ വില കൂട്ടുന്നു. ഈ സമയത്ത് ജനങ്ങളോട് മുഖാമുഖം എന്തായിരിക്കും പിണറായി വിജയൻ സംവദിക്കാൻ പോകുന്നത്? അല്ല, മുഖാമുഖത്തിലും ഇത്തരം പ്രശ്നങ്ങളായിരിക്കുമല്ലോ ഉയർന്നു വരിക. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുഖാമുഖം നടത്തിയിട്ട് കാര്യമില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കൊന്ന് സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നതിന് എന്തിനാണ് മുഖാമുഖം നടത്തുന്നത്? പക്ഷേ അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഈ മുഖാമുഖം പരിപാടിയില്ല ഏതെങ്കിലും ഒരു ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് ചോദ്യം വരുമെന്ന് കരുതുന്നുണ്ടോ? കാരണം ഈ 2000 പേരെയും അവർ തീരുമാനിക്കുന്ന 2000 പേരായിരിക്കും വരിക. അത് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുള്ളൂ. അതിപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. എതിർ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഈ വേദികൾ ഒരുക്കുന്നത്. അതെ, എതിർ ചോദ്യങ്ങൾ ചോദിക്കൽ മാത്രമല്ല, പ്രശ്നം സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ, സർക്കാരിന് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള അത്തരം വേദികൾ വരുന്നത്. അത്തരം പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ ഹൈഡ് ഔട്ടായിരിക്കും. അത് മറഞ്ഞു തന്നെ എടുക്കുകയുള്ളൂ. ഈ വേദികളിലൊന്നും ഒരിക്കലും വരില്ല. അതൊക്കെ നമ്മളുടെ മാധ്യമങ്ങൾ ഈ മുഖാമുഖം പരിപാടിയുടെ ലക്ഷ്യം ചിലപ്പോൾ ഇലക്ഷൻ്റെ ഒരു ക്യാമ്പയിൻ തന്നെയായിരിക്കും. അല്ല, അത് അങ്ങനെയാണല്ലോ. നേരത്തെ ഉള്ളതിനും ഇതിനും ഒക്കെയുള്ള സ്വഭാവം അതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പെൻഷൻ കൊടുക്കാതെ സിവിൽ സപ്ലൈസിന്റെ സ്റ്റോർ റൂമുകളിൽ ഒന്നും ലഭ്യമാക്കാതെ എങ്ങനെ ഈ സർക്കാർ ഇലക്ഷനെ നേരിടും? അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിനിടയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രം മതി. നമ്മൾ ഈ മുഖാമുഖം നടത്തേണ്ട കാര്യമില്ല. അതെ, ആ പ്രശ്നം പരിഹരിച്ചാൽ തന്നെ ജനങ്ങൾ സർക്കാരിനൊപ്പം നിൽക്കും. ഇപ്പോൾ സാമൂഹ്യ പെൻഷൻ പൂർണ്ണമായിട്ടും എല്ലാവർക്കും കൊടുത്തു തീർത്താൽ പ്രശ്നങ്ങളെ അവസാനിച്ചു അവിടെയുള്ളത്. അതേപോലെ തന്നെയാണ് സപ്ലൈകോ എന്ന് പറയുന്നത്. നേരത്തെ ചെയ്തിരുന്ന പോലെ 20-25% വില കുറച്ച് സാധനങ്ങൾ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളും തീരും. ആ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ സ്ഥലത്ത് കൊടുക്കാനുള്ള പണം കൊടുത്തു തീർക്കണം. അത് കഴിഞ്ഞാൽ മാത്രമേ പുതിയ സാധനം വാങ്ങിക്കാൻ. സപ്ലൈകോ ശൃംഖലയെ തകർത്ത് സ്വകാര്യ സൂപ്പർ മാർക്കറ്റ് ലോബികളെ സഹായിക്കാനാണോ സർക്കാർ ഒരുങ്ങുന്നത്? അല്ല, അങ്ങനെയുള്ള ആരോപണത്തിന് തീർച്ചയായിട്ടും വിധേയമാവില്ല. ഇത് തകർന്നു പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതെല്ലാ സ്ഥലത്തും തന്നെ. ഇപ്പോൾ KSRTC തകർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും സ്വകാര്യ വ്യവസായ മേഖലയിലായിരിക്കും അതിൻ്റെ ഉണർവുണ്ടാകാനായിട്ട് പോകും. ഇതുപോലെ തന്നെയാണ് പൊതു മാർക്കറ്റുകളൊക്കെ. കേരളം വളരെ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പൊതു സംവിധാനങ്ങൾ നിലനിർത്താനായിട്ട് പാടുപെടുകയും അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും ചെയ്തിരുന്നതാണ്. അതൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ വലിയ നേട്ടങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇതൊക്കെ തന്നെ എല്ലാം ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, പൊളിച്ചെഴുത്തുന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ യഥാർത്ഥത്തിൽ കോർപ്പറേറ്റുകളും മുതലാളിത്ത അവരൊക്കെ കൂടി കൈയിട്ട് വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകാനേ പോകുള്ളൂ. ചുവന്ന പരവതാനി വിരിച്ച് ആനയിക്കുകയാണ് പിണറായി സർക്കാർ. സപ്ലൈകോയും അതേപോലെ തന്നെ പൊതുവിതരണ സംവിധാനവും ശക്തിപ്പെടുത്തി നിർത്താനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവിടേക്ക് മേഞ്ഞു കയറുന്ന കോർപ്പറേറ്റുകൾ തന്നെയായിരിക്കും. കുറേ കാലങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം കേരളത്തിലേക്ക് ഈ മോറും അതേപോലെ തന്നെ
റിലയൻസ് വരുന്നതിന് CPM സമരം നടത്തിയിട്ടുണ്ട്. റിലയൻസ് ഒക്കെ വരുന്ന സമയത്ത് വലിയ വലിയ സമരമായിരുന്നു. വലിയ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ പല സ്ഥലത്തും സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ഈ പലചരക്ക് വ്യാപാരികൾ അവരുടെ കച്ചവടം തന്നെ ഇല്ലാതായി. അതെങ്ങനെ സംഭവിക്കുന്നു? ഇപ്പൊ കടയിൽ പോലും പോകണ്ട, ലുലുവിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വീട്ടിൽ കൊണ്ടുവരും. പുതിയൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അതാണ് സംഭവിച്ചത്. സമയത്താണ് അവിടെയാണ് ഈ സാധാരണക്കാർ, അതിന്റെ താഴെ കിടക്കുന്ന ആൾക്കാർ, അവർക്കൊന്നും ഒരു ഇടവില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. നമ്മുടെ ഭരണത്തിന്റെ സർക്കാരിന്റെ വിശേഷണം സർക്കാർ അല്ല, സർക്കാർ വലിയ കൈത്താങ്ങായിട്ട് നിൽക്കേണ്ട സ്ഥലങ്ങളാണ്. അവർക്ക് അങ്ങനെ സർക്കാരിനെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് വിളിക്കും. അല്ല, തീർച്ചയായിട്ടും അവർ അതിൽ നിന്ന് എത്രയോ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വളരെ അപകടം പിടിച്ചൊരു അവസ്ഥയാണ് ഇത്. ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഞാൻ ഈ പറയുന്നത് സാമൂഹ്യ പെൻഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെല്ലാവർക്കും കൊടുത്തു. പിണറായിയുടെ സർക്കാർ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണോ? അല്ലല്ലോ. അങ്ങനെയാണെന്ന് ആർക്കും പറയാനും പറ്റില്ല. അവരും പറയുന്നില്ല. ആരാണ് പറയുന്നത്? കാരണം അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ പ്രോസസ്സിനനുസരിച്ച് അതിന് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷേ പല കാര്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിക്ക് അനുസരിച്ചുള്ള ചില നിലപാടുകൾ ചിലപ്പോൾ കാണിച്ചേക്കാം. പക്ഷേ അത്യന്തികമായി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ മേഖലകളിൽ നേരത്തെ അതുണ്ടായിരുന്നു, ഇപ്പോൾ അവിടെയും കൂടി അതില്ലാതായി കഴിഞ്ഞാൽ അത് അപകടം തന്നെയാണ്. അനിൽ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സപ്ലൈക്കോ CPI സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ്. എപ്പോഴും അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. അത് പൊളിഞ്ഞ് പളിസായി കഴിഞ്ഞാൽ അതിനുള്ള സമാധാനം മുഴുവൻ അവർ തന്നെ കേരളത്തിനോട് പറയേണ്ടി വരികയും. ഏതായാലും മുതലാളിത്തം പറയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.